ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തൊഴുകുന്ന ഈ ഗംഗാ നദി എൻ്റെ നാട്ടിലെ ജനങ്ങളെയും എൻ്റെ നാട്ടിലെ ഈശ്വരന്മാരെയും പൂജിക്കാൻ വേണമെന്ന് ഒരു രാജാവ് തീരുമാനിക്കുന്നു. അങ്ങനെ ഗംഗാതലം കീഴടക്കാൻ സൈന്യത്തെ അയക്കുന്നു. അങ്ങനെ പടയോട്ടം നടത്തി അങ്ങ് ബംഗാൾ വരെ എത്തുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കപ്പലോടിച്ച് സുമാത്രയിൽ പോകുന്നു. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളാകെ തൻ്റെ അധീനതയിൽ വരുന്നു. ഗംഗയിലെ ജലം കൊണ്ടുവന്ന് തൻ്റെ നാട്ടിൽ 700 ഏക്കറിൽ ഒരു തടാകമുണ്ടാകുന്നു. അവിടെ നിറച്ചത് ഗംഗാജലമാണ്. ചരിത്രത്തിൽ അങ്ങനെ നടന്നിട്ടുണ്ട് 1000 വർഷം മുമ്പ്. 1000 വർഷം മുമ്പ് നടന്ന ആ ചരിത്രം നമ്മളാരും പഠിച്ചിട്ടില്ല. കാരണം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, സിലബസിലില്ല. നമ്മൾ ഷാജഹാൻ്റെ ഭാര്യമാരെ കുറിച്ച് പഠിച്ചിട്ടുള്ളൂ. പക്ഷേ മോദി ആ ചരിത്രത്തെ വീണ്ടും തുറന്നു വെച്ചു. ആടി തിരുവാതിരയ്ക്ക് നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രത്തിലെത്തി രാജേന്ദ്ര ചോളന് ഒരു വിരാളിപ്പട്ട് സമർപ്പിച്ച് ചോളപുരം ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തി. ഈ ഗംഗാജലം കൊണ്ടുവന്നുണ്ടാക്കിയ 700 ഏക്കർ വരുന്ന അതിവിസ്തൃതമായ തടാകത്തിൻ്റെ കരയിൽ ബൃഹദീശ്വരന് ഒരു കോവിലും കെട്ടി. ലോകത്തിലെ അത്ഭുതങ്ങളിലൊന്നാണ് ബൃഹദീശ്വര കോവിൽ, തഞ്ചാവൂർ. ഒരു കോവിലും കെട്ടി ചോളന്മാരുടെ രാജാതിരാജൻ. നമുക്ക് സിലബസിലില്ലാത്ത ചോള സാമ്രാജ്യത്തിൻ്റെ ഇന്ത്യ ലോകശക്തി, നമ്മൾ അലക്സാണ്ടർ ഇന്ത്യ വരെ ആക്രമിച്ച് കീഴടക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിലെ ഒരു ചക്രവർത്തി ലോകം വെട്ടിപ്പിടിക്കാൻ പോയ കഥ നമുക്കൊന്ന് കഥയമയിൽ പറഞ്ഞു വയ്ക്കാം. ഈ തഞ്ചാവൂര് ബൃഹദീശ്വര ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ശരിക്കും എനിക്ക് അമ്പരപ്പുണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ആദിശങ്കരാചാര്യരുടെ ഒരു വിഗ്രഹം ഇതിൻ്റെ അകത്ത് തഞ്ചാവൂരിൽ. ഈ മോദിയുടെ പരിപാടി, മോദി മാൽദ്വീപ്സിൽ നിന്ന് നേരെ തമിഴ്നാട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നെ തമിഴ്നാട്ടിലുള്ള നമ്മുടെ ഒരു പ്രേക്ഷകൻ വിളിച്ചു. അത് ഒരു പ്രശ്നമുണ്ട്, മോദിജി ഇവിടെ വന്നിട്ട് പ്രഗതീശ്വര കോവിൽ പോകുമെന്ന് പറയുന്നു. പ്രഗതീശ്വരൻ്റെ അടുത്ത് ആര് പോയിട്ടുണ്ടോ അവരുടെ അധികാരം നഷ്ടപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയെങ്കിലും ആരെ കൊണ്ടെങ്കിലൊക്കെ ഒന്ന് പറയിപ്പിക്കും അവിടെ പോകരുത്. ഞാൻ പറയുന്നത് നമ്മളൊക്കെ ആര്? അങ്ങ് എന്നോട് പറയുന്നത് പോലെ ഇത് മോദിയോട് പറയാൻ ആയിരക്കണക്കിന് ആളുകൾ വേറെയുണ്ട്. അദ്ദേഹം അറിയാം, അദ്ദേഹത്തിനും അറിയാം. അതുകൊണ്ട് അദ്ദേഹം മോദിയെ ബാധിക്കുന്നതല്ലല്ലോ. അതെ, കാരണം ശിവാജിയുടെ പാരമ്പര്യത്തിലൊക്കെ ഉള്ള ആളാണ് മോദി. ഇത് എൻ്റേതല്ല, ഇത് നമ്മമ്മ എന്ന് പറഞ്ഞ് ഭരിക്കുന്ന ആളാണ്, ഭഗവയാണ്. അധികാരം ഇല്ല കയ്യില്, നഷ്ടപ്പെടാനായിട്ട് അധികാരം ഇല്ലെന്നേ. ജയലളിതയ്ക്ക് പോയത് അവിടെ പോയപ്പോഴാണ്. അതെ, അങ്ങനത്തെ ആളുകൾക്കൊക്കെ പോകും. അധികാരത്തിന്റെ മത്ത് പിടിക്കുന്നവർക്കാണല്ലോ അധികാരം പോകുമ്പോൾ. അതുകൊണ്ടാണ് പിണറായി പോവാതെ ഭാര്യയും മകളെയൊക്കെ വിട്ടത് അങ്ങോട്ട്. അപ്പോൾ മോദി കഴിഞ്ഞ ദിവസം ഈ ആടിത്തിരുവാതിര, ഇത് 1000 വർഷം അല്ലേ, സഹസ്ര വർഷങ്ങളായി അതിൻ്റെ ആഘോഷമാണ്. 1000 മധു ബാലകൃഷ്ണനും ഒക്കെ ഉണ്ടായിരുന്നില്ലേ, ഇളയരാജ സംഗീതം പകർന്ന ഓം നമഃശിവായ വാഴുക എന്ന തിരുവാസകം. അപ്പോൾ അത് മോദി അവിടെ പറഞ്ഞത് സ്വർണവും വെള്ളിയും കന്നുകാലിയുമൊക്കെ അധിനിവേശം കഴിഞ്ഞാൽ കൊണ്ടുവരുന്ന രാജാക്കന്മാരുണ്ട്. പക്ഷെ രാജേന്ദ്ര ചോളൻ ഗംഗാജലമാണ് കൊണ്ടുവന്നത്. അത് ഒരു വല്ലാത്ത മാറ്റമാണ്. ഏതായാലും മോദി എന്തിനൊരു റിയാക്ഷൻ ഉണ്ടായി. സ്റ്റാലിൻ പ്രഖ്യാപിച്ചു അവിടെ രാജരാജ ചോളൻ്റെ സ്മരണാർത്ഥം 20 കോടി രൂപയ്ക്ക് ഒരു മ്യൂസിയം ഉണ്ടാക്കും, പ്രതിമ ഉണ്ടാക്കുമെന്ന് BJP പറഞ്ഞു. അതെ, BJP പറഞ്ഞിട്ടുണ്ട് പ്രതിമ ഉണ്ടാക്കുന്നുള്ളത്. കൊമ്പഗൗഡയുടെ കെമ്പഗൗഡയുടെ പ്രതിമ ബാംഗ്ലൂരിലുള്ളതുപോലെ. അതെ, അവിടെ റെയിൽവേ സ്റ്റേഷന്റെ പേരൊക്കെ മാറ്റി ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ചോള വാസ്തുശാസ്ത്രത്തിന്റെ ഗാംഭീര്യം വിളിച്ചോതുന്ന ശിവക്ഷേത്രമാണ് ഈ ഗംഗൈ കൊണ്ട ചോളപുരത്ത്. മറ്റേ തഞ്ചാവൂരിലത്തത് രാജരാജ ചോഴൻ അച്ഛൻ പണിതാണ്. അതിനെ അതിശയിക്കുന്നതായിരിക്കണം ഇവിടുത്തെ ശിവക്ഷേത്രം എന്ന് രാജേന്ദ്ര ചോളന് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഗ തടം വരെ അല്ലേ, വടക്കേ ഇന്ത്യയും കൂടി കീഴടക്കിയിട്ടാണ് ഈ ചെയ്യുന്നത്. അതുകൊണ്ട് അത് അതിഗംഭീരമായിരിക്കണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഗംഗാതീരം കഴിഞ്ഞ് സുമാത്ര, മലേഷ്യ, മ്യാൻമാർ, ഈ ശ്രീലങ്ക, കലിംഗം മുഴുവൻ പിടിച്ചു. ചന്ദ്രവംശത്തിലെ മുഴുവൻ രാജാക്കന്മാരെ കീഴടക്കി. അതെ, ഇന്ത്യ മുഴുവൻ എടുത്ത ശേഷമാണ് സുമാത്ര, മലേഷ്യ, മ്യാൻമാർ, ജാവ. എന്നിട്ട് നമ്മളിപ്പോൾ വായിക്കുമ്പോൾ ഈ
ശ്രീവിജയരാജ്യം പിടിച്ചു ഇന്ന് രാജേന്ദ്രൻ ചോളന്റെ ഇതിൽ നമ്മൾ വായിക്കാം. അത് ഇന്നത്തെ ഇന്തോനേഷ്യയും മലേഷ്യയും. അല്ല, കഴിഞ്ഞ ദിവസം നിങ്ങൾ സിനുവായിട്ട് നിങ്ങൾ രണ്ടുകൂടെ ഒരു ടോക്ക് എടുത്തില്ലേ? അതിനകത്ത് കംബോഡിയയും ഇന്തോനേഷ്യയും തമ്മിലുള്ള യുദ്ധം പറയുന്നുണ്ട്. ആ ക്ഷേത്രം രാജേന്ദ്ര ചോളൻ ഉണ്ടാക്കിയതാണ് ശരിക്കും. പിന്നെ 12-ാം നൂറ്റാണ്ടിലാണ് ഇപ്പോഴത്തെ നിർമ്മിതിയൊക്കെ അവിടെ വരുന്നത്. അപ്പോൾ ഇന്തോനേഷ്യ, മലേഷ്യ അതൊക്കെ 1025 എന്ന് പറഞ്ഞ വർഷം നടക്കുന്ന കാര്യങ്ങളാണിത്. ഈ ഇദ്ദേഹത്തിൻ്റെ നാവികപ്പട പോകുന്നത് 1025-ലാണ്. ഇടയ്ക്ക് ഞാനൊന്ന് തിരിച്ചു പോട്ടെ. അതായത് ഈ കംബോഡിയയും ഇന്തോനേഷ്യയും തമ്മിൽ ഈ ശിവക്ഷേത്രത്തിൻ്റെ പേരിലാണ് യുദ്ധം നടക്കുന്നത്. രാജേന്ദ്ര ചോളൻ ഉണ്ടാക്കിയ ശിവക്ഷേത്രത്തിൻ്റെ പേരിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ 2025-ാം ആണ്ടിൽ അവിടെ യുദ്ധം നടക്കുന്നു. ആ യുദ്ധം നടക്കുന്നതിൻ്റെ തൊട്ടു പിറ്റേ ദിവസം നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് ഗംഗൈകൊണ്ട ചോളപുരത്ത് ക്ഷേത്രത്തിൽ വരുന്നു. എല്ലാം കൂടെ ഒരു ആകസ്മികത, നിമിത്തവും ആകസ്മികതയൊക്കെയാണ്. ചിലപ്പോൾ മനഃപൂർവ്വം ആവാം. അപ്പോൾ 1000 വർഷത്തിൻ്റെ ആഘോഷമാണ് നടന്നത്. രാജേന്ദ്ര ചോഴൻ്റെ തെക്കൻ ഏഷ്യൻ നാവിക പര്യവേഷണത്തിൻ്റെ സഹസ്ര പൂർണിമ സാക്ഷാത്കരിക്കുന്ന വർഷമാണിത്. 1025, 2025, 1000 വർഷങ്ങൾ. അപ്പോൾ രാജേന്ദ്ര ചോഴൻ 1014 മുതൽ 1044 വരെ 30 വർഷമാണ് ഭരിച്ചത്. 30 വർഷമാണ് രാജാവായിട്ടിരുന്നത്. ഗംഗൈ കൊണ്ട ചോളപുരം, ഗംഗൈ കൊണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗൈ കീഴടക്കിയ എന്നാണ് തമിഴിലെ അർത്ഥം. നേരത്തെ പറഞ്ഞ ആടി തിരുവാതിര എന്ന് പറഞ്ഞില്ലേ, ആടി എന്ന് പറഞ്ഞാൽ കർക്കിടക മാസമാണ്, ആടിസെയിൽ എന്നൊക്കെ പറയുന്നത്. ഗംഗൈ കൊണ്ട ചോളപുരമായിരുന്നു തലസ്ഥാനം. ബംഗാളിലെ പാല രാജവംശത്തിനെ തോൽപ്പിച്ചിട്ടാണ് ഗംഗ വരെ എത്തുന്നത്. എന്ന് പറഞ്ഞാൽ അന്ന് ബംഗാൾ രാജവംശത്തിന്റെ കീഴിലാണ് ഗംഗാനദി. പാല രാജവംശത്തിന്റെ കീഴിലാണ് ഗംഗ ഒഴുകുന്നത് അവരുടെ സാമ്രാജ്യത്തിൽ കൂടിയാണ് അന്ന്. അപ്പൊ അതിന്റെ സ്മാരകം അതാണ് ഈ വലിയ തടാകം പണിയുന്നത്, വലിയ ക്ഷേത്രം പണിയുന്നത്. ആ വിജയത്തിന്റെ സ്മാരകമായി രാജേന്ദ്ര ചോഴൻ ഉയർത്തിയത് ലിക്വിഡ് പില്ലർ ഓഫ് വിക്ടറി. അങ്ങനെ ലോകത്ത് വേറെ ഇല്ല, ഇല്ലേ? ജലം കൊണ്ട് വിജയസ്തൂപം. അതെ, ജലസ്മാരകം ആണ് അദ്ദേഹം ഉയർത്തിയത്. ചോള ഗംഗ ജലമയം ജയസ്തംഭം എന്ന് പറയാറുണ്ട്. ചോളഗംഗ, ഗംഗാജലമയം ജയസ്തംഭം. തടാകത്തിനെ ചോളഗംഗ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കെ നീലകണ്ഠ ശാസ്ത്രി ഹിസ്റ്ററി ഓഫ് സൗത്ത് ഇന്ത്യ, ഈ ഹിസ്റ്ററി ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നീലകണ്ഠ ശാസ്ത്രിയുടെ പുസ്തകമൊക്കെ കോപ്പി അടിച്ചിട്ടാണ് ഈ കേരള ചരിത്രം എഴുതിയിട്ടുള്ള ചില മേനോന്മാരൊക്കെ മലയാളത്തിൽ. അതല്ലാതെ പ്രത്യേകിച്ച് ഗവേഷണം നടത്തി ചെയ്തതല്ല. ആ നീലകണ്ഠ ശാസ്ത്രിയുടേത് എല്ലാവരും വായിക്കേണ്ടതാണ്. അതിൽ ഹിസ്റ്ററി ഓഫ് സൗത്ത് ഇന്ത്യയിൽ ഈ ഗംഗയെ കീഴടക്കിയ ചോഴൻ, അതിലാണ് ആദ്യം പറഞ്ഞത് ഗംഗൈ കൊണ്ട ചോഴൻ. അപ്പോൾ അതിന് ഗംഗാ തീരം വരെ പിടിച്ച ശേഷമാണ് നാവിക പര്യവേഷണങ്ങൾ നടത്തുന്നത്. രാജരാജ ചോഴൻ തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം പണിതു. അതിനെ അതിശയിക്കാനാണ് ഗംഗൈ കൊണ്ട ചോഴപുരം പണിയുന്നത്. 1030 അടുത്താണ് ഈ തലസ്ഥാനം പൂർത്തിയാവുന്നത്. തഞ്ചാവൂർ ക്ഷേത്രം പണിത് 20 വർഷം കഴിഞ്ഞ് അതേ തച്ച് ശാസ്ത്രം, ശൈലി മാറുന്നില്ല, അതേ ശൈലിയിലാണ് പണിയുന്നത്. പക്ഷേ തഞ്ചാവൂര് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫിനസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതില്ല, ഈ കുറച്ചുകൂടി പരിഷ്കരിച്ചത് ആണ് ഗംഗൈ കൊണ്ട ചോഴപുരത്തത്. തഞ്ചാവൂരിലെ ഗോപുരം നേരെ ആണ്. തഞ്ചാവൂരിലെ ഗോപുരത്തിൻ്റെ മുകളിലുള്ള സ്തൂപികളുണ്ടല്ലോ, അതിന് താഴെയൊക്കെ അറകളുണ്ട്. ഈ അറകളിൽ തമിഴ്നാടിൻ്റെ പൈതൃകമായ നെൽവിത്തുകൾ ശേഖരിച്ചിട്ട് എന്നെങ്കിലും നമ്മുടെ വിത്തുകളെല്ലാം നഷ്ടപ്പെട്ടു പോയാൽ അന്നെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊരു കരുതലാണ്. അതെ, നമ്മളിവിടെ ഒരു കാലത്ത് സ്വന്തം കുടുംബത്തിന്റെ ചരിത്രം അല്ലേ ഇന്ദിരാഗാന്ധി കാലത്ത് കുറിച്ചിട്ടില്ലേ? പിന്നീട് മൊറാർജി ദേശായിയുടെ സർക്കാർ വന്നത് പൊക്കിയെടുത്തു. അപ്പോൾ ഗംഗൈ കൊണ്ട ചോഴപുരത്തിന്
പക്ഷേ ഈ ഗോപുരമല്ലാതെ കർവുകൾ, ഇങ്ങനെ വളഞ്ഞ കർവുകൾ, ചെറിയ സോഫ്റ്റ് മൃദുവായ വരകളും ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. ശക്തിയും ധാരാളിത്തവും കുലീനതയും ഒക്കെ കൂടി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു നിർമ്മിതി ഗംഗൈകൊണ്ട ചോളപുരം പോലെ ഉണ്ടായത്. റോ എന്ന് പറയുന്നതിൽ നിന്ന് ഫൈനർ ആയി മാറി കല. ആടിത്തിരുവാതിരയ്ക്ക് അവിടെ തെരുക്കൂത്തുകൾ നടക്കും. രാജപ്രതിമയ്ക്ക് പുതിയ വസ്ത്രങ്ങൾ ഉടുപ്പിക്കും. അതാണ് മോദി കൊണ്ടുപോയത്, പുതിയ കൊണ്ടുപോയത്, വീരാളിപ്പെട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നത്. ഈ മുസ്ലിം അധിനിവേശത്തിൻ്റെ ആദ്യകാലത്താണല്ലോ ഈ ഭാഗത്ത് ഗംഗൈകൊണ്ട ചോളപുരവുമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനെ ഉപരോധിക്കുകയാണ് ഈ മുസ്ലിം അധിനിവേശത്തിനെ. അതുപോലെ ഉപരോധിച്ച ഒന്നാണ് ഹിന്ദു സാമ്രാജ്യമാണ് വിജയനഗര സാമ്രാജ്യവും പിൽക്കാലത്ത്. അപ്പം മോദി അവിടെ പ്രസംഗിക്കുമ്പോൾ വേറൊരു കാര്യം പറഞ്ഞു. നമ്മളെല്ലാവരും ഈ സിലബസിൽ പഠിക്കാറുണ്ട് 1215 മാഗ്ന കാർട്ടയെ പറ്റി. ബ്രിട്ടീഷ് സിലബസാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അതിനും മുമ്പ് നമ്മൾ 1025 കാര്യമല്ലേ ഇപ്പോൾ പറയുന്നത്. അതിനും മുൻപ് ചോള സാമ്രാജ്യത്ത് ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു, ഡെമോക്രാറ്റിക് ഇലക്ഷൻ. അത് മോദി പറഞ്ഞിരുന്നു. അപ്പോൾ അതെന്താണെന്നും കൂടി പറയാം. തദ്ദേശ ഭരണ നിയമങ്ങൾ അത് ലിഖിതങ്ങളായിട്ട് ആ കാലത്ത് രേഖപ്പെടുത്തിയത് ഇന്നുമുണ്ട്. തദ്ദേശ ഭരണത്തിന് തെരഞ്ഞെടുപ്പ് ഇങ്ങനെയായിരിക്കണം, അതിൻ്റെ വ്യവസ്ഥ ഇങ്ങനെയാണെന്ന് പറയുന്ന ലിഖിതം 1025 എഴുതിയത് കാഞ്ചീപുരം ഉത്തരമേരൂരിലുണ്ട്. ലിഖിതം ഇങ്ങനെയായിരിക്കണം, വോട്ടെടുപ്പ് എന്നൊക്കെ. ഇത് ചോളാസ് എന്ന് പറഞ്ഞ നീലകണ്ഠ ശാസ്ത്രിയുടെ പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ബ്രാഹ്മണരുടേതിന് സഭ എന്ന് പറയും, അല്ലാത്തവരുടേതിന് ഊര് എന്ന് പറയും. ഇതാണ് ഈ കൗൺസിൽസ്, ഡെമോക്രാറ്റിക് കൗൺസിൽസ്. റവന്യൂ, ജലസേചനം, ക്ഷേത്രങ്ങളുടെ ഭരണം, നീതിന്യായം, ഇതൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈ കൗൺസിലുകളാണ് ചെയ്തുകൊണ്ടിരുന്നത് സ്വതന്ത്രമായിട്ട്. അപ്പോൾ ഇതിന് വോട്ട് ചെയ്യുന്നത് നാട്ടുകാർ ബാലറ്റ്. അതിന് ബാലറ്റ് ബോക്സിന് പകരം ഇന്നത്തെ ബാലറ്റ് പോട്ട് ആണ്, കുടം ഉണ്ടായിരുന്നു. അതിന് പറയുന്നത് കുടവോലൈ എന്നാണ്. കുടവോലൈ സംവിധാനം എന്ന് പറഞ്ഞാൽ പനയോലയിൽ നമുക്ക് വേണ്ട ആളുടെ, തിരഞ്ഞെടുക്കുന്ന ആളുടെ പേര് എഴുതിയിട്ട് ഈ കുടത്തിലിടുക. അത് കൂടുതൽ വോട്ട് കിട്ടുക ആരാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കും. ഒരു പയ്യനെയാണ് അത് തിരഞ്ഞെടുക്കാൻ ഏൽപ്പിക്കുക. പ്രായം കുറഞ്ഞ ആള് ആ ലോട്ട് എടുക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ സംവിധാനം. നികുതി കൊടുക്കുന്ന ആളുകൾക്കായിരുന്നു വോട്ടവകാശം. എന്ന് പറഞ്ഞാൽ ഭൂമി, ലാൻഡ് ഓണേഴ്സൊക്കെയാണ് ചെയ്തിരുന്നത്. 35 മുതൽ 70 വയസ്സ് വരെയുള്ളവരായിരുന്നു വോട്ടർമാർ. അത്യാവശ്യം വേദവും പുരാണവും ഒക്കെ അറിയണം എന്ന് മാത്രമല്ല, അഴിമതി ഉണ്ടാകരുത്, ഇവർക്കെതിരെ കറപ്ഷൻ ചാർജസ് ഒന്നും ഉണ്ടാകരുത്, ക്രൈം, കുറ്റവാളികളായിരിക്കരുത് ഇവരെ, ഗാർഹിക പീഡനങ്ങൾ ചെയ്യുന്നവരാകരുത്, ഭാര്യയെ തല്ലുന്ന ആളുകളൊന്നും ആകരുത്. ഇതൊക്കെയായിരുന്നു വ്യവസ്ഥ. പിന്നെയും പറഞ്ഞിരുന്നു, കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്തവർ അവർ ഈ കൗൺസിൽ അംഗങ്ങളാകാൻ പാടില്ല, കള്ളുകുടിയന്മാർ അവരുണ്ടാകരുത്, പിന്നെ ഇപ്പോൾ ഭരിക്കുന്ന ആളുകളുടെ ബന്ധുക്കൾ അവർ സ്ഥാനാർത്ഥികളാകരുത് എന്നും അന്ന് 1025 കാലത്തൊക്കെ വ്യവസ്ഥയുണ്ട്. അഴിമതിക്കാരും ആകരുത് എന്ന്. അനിരുദ്ധ് കനിബെറ്റി എഴുതിയ ലോർഡ്സ് ഓഫ് ദി എർത്ത് ആൻഡ് സീ എന്നും കൂടി ഉണ്ടായില്ല. അതിൽ പറഞ്ഞിട്ടുണ്ട് അക്കാലത്ത് അധികാര വികേന്ദ്രീകരണം നടന്നിട്ടുണ്ട്. പിന്നെ മണിഗ്രാമം, കച്ചവട സംഘങ്ങളൊക്കെ അക്കാലത്ത് ഉണ്ടായതാണ് ഈ മണിഗ്രാമം, പിന്നീട് കേരളത്തിലുമൊക്കെ വന്നത്. മണിഗ്രാമം, അയ്യാവോൾ തുടങ്ങിയ കച്ചവട സംഘങ്ങൾ രൂപീകരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു വിഷനും സിസ്റ്റവും എല്ലാത്തിനും അന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മോദി പറഞ്ഞത് ഈ പൈതൃകം കൂടി രാജേന്ദ്ര ചോളൻ കൊണ്ടുവന്നു എന്ന്. ശ്രീ വിജയരാജ്യം ആക്രമിച്ചു പിടിച്ചു, കീഴടക്കി ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ ഭാഗങ്ങൾ. അത് കീഴടക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആഗോളതലത്തിലുള്ള വാണിജ്യ പാതകൾ ആ വഴിക്കായിരുന്നു, ട്രേഡ് റൂട്ടുകൾ മുഴുവൻ ആ വഴിക്കായിരുന്നു. മലേഷ്യയിലെ മിനി ഇന്ത്യ എന്ന പ്രദേശമുണ്ട്. മലേഷ്യയിലും സിംഗപ്പൂരിലുണ്ട് മുരുകൻ്റെ
വലിയ പ്രതിമകൾ, വലിയ ക്ഷേത്രങ്ങളുണ്ട്. എങ്ങനെയാണ് മലേഷ്യയൊക്കെ ഇങ്ങനെ ആയതെന്ന് ചോദിച്ചാൽ രാജേന്ദ്ര ചോളൻ്റെ പടയോട്ടത്തിൻ്റെ ബാക്കിയാണ്. പിൽക്കാലത്ത് ഒരുപാട് തമിഴന്മാർ പോകുന്ന സ്ഥലങ്ങളാണ് ജോലിക്കുമൊക്കെ. അപ്പോൾ പ്രധാന തുറമുഖങ്ങൾ ആ പാതയിലായിരുന്നു, ട്രേഡ് റൂട്ടുകൾ ആ പാതയിലായിരുന്നു. അന്ന് മലേഷ്യയുടെ പേര് കദാരം എന്നായിരുന്നു, ഇപ്പോഴും കദാർ എന്ന് പറയുന്നുണ്ട്. പന്നൈ, മലയൂർ എന്നൊക്കെ പറയുന്നത് സുമാത്രയൊക്കെ ആയിരുന്നു. തമിഴിൽ കാണുന്ന പേരുകൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ വിദേശ സ്ഥലങ്ങളുമൊക്കെ പിടിച്ച വലിയ രാജാക്കന്മാരൊക്കെ 1025 1000 കൊല്ലം മുമ്പ് നമുക്കുണ്ടായിരുന്നു. ഇത് നരേന്ദ്രമോദി തമിഴ്നാട് സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയപ്പോൾ ഇതിൻ്റെ ഒരു റിയാക്ഷൻ വന്നു. നമ്മുടെ പാർലമെൻറ്റിലേക്ക്, രാജ്യസഭയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമാ നടൻ കമൽഹാസൻ്റെയാണ്. അയാൾ പറഞ്ഞു, കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ ചോളന്മാർ ഹിന്ദുക്കളല്ല എന്ന്. മറ്റേ മണിരത്നത്തിൻ്റെ സിനിമ വരുന്നപ്പോഴും ചോഴന്മാർ ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞിരുന്നു. അന്നും നമ്മളൊരു ചർച്ച ചെയ്തിരുന്നു, അവർ ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞിട്ട്. അത് നാരായണ ഗുരുദേവൻ ഹിന്ദു അല്ല എന്ന് പറയുന്ന പോലെയാണ്. നാരായണ ഗുരുദേവൻ എത്ര മോസ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, എത്ര പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. രാജേന്ദ്ര ചോളൻ ഹിന്ദു ക്ഷേത്രമല്ലാതെ എന്താ ഉണ്ടാക്കിയത്? ശിവന് വേണ്ടി ക്ഷേത്രമുണ്ട്. ഗംഗയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആൾ ഹിന്ദു അല്ല എന്ന് പറയുന്ന ഇവനെയൊക്കെ ഉലക നായകൻ എന്ന് വിളിക്കുന്ന കമലഹാസനെ പോലുള്ള ഹിന്ദു അല്ല. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.